ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ. ഇന്ന് നമുക്ക് പുതിയ ദശകമായ ശ്രീരാമാവതാരം നോക്കാം. രാമായണ കഥ 2 ദശകങ്ങളിലായി വിവരിച്ചിരിക്കുകയാണ് ഭട്ടതിരിപ്പാട്. രാമായണ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും വായന എളുപ്പമാക്കാൻ വേണ്ടി ചുരുക്കി പറയുകയാണ്. ഭൂമിയിൽ രാവണാദി രാക്ഷസന്മാരുടെ അക്രമങ്ങൾ പെരുകുന്നു. 3 ലോകങ്ങളിലും രാവണന്റെ അക്രമങ്ങൾ സഹിക്കവയ്യാതെ ദേവന്മാരുടെ അഭ്യർത്ഥന മാനിച്ച് മഹാവിഷ്ണു കോസല രാജ്യത്ത് ദശരഥപുത്രനായി ജനിക്കുമെന്നും രാക്ഷസകുലത്തെ കൊന്നൊടുക്കുമെന്നും വാക്കുകൊടുക്കുന്നു. ദശരഥ രാജാവിന് 3 ഭാര്യമാരുണ്ടായിരുന്നുവെങ്കിലും പുത്രന്മാരുണ്ടായിരുന്നില്ല. പുത്രലാഭത്തിനായി പുത്രകാമേഷ്ടിയാഗം ഋഷി ശൃംഗനാൽ നടത്തുകയും അങ്ങനെ ആ യാഗാഗ്നിയിൽ നിന്നും അഗ്നിദേവൻ ദിവ്യമായ പായസപാത്രവുമായി പൊന്തിവരുന്നു. ദശരഥൻ ആ പായസം 3 ഭാര്യമാർക്കും വീതിച്ചു കൊടുക്കുന്നു. ഭരതൻ കൈകേയിയിലും ലക്ഷ്മണ ശത്രുഘ്നന്മാർ സുമിത്രയിലും രാമൻ കൗസല്യയിലും ജനിക്കുന്നു. മക്കൾ കൗമാരപ്രായത്തിലെത്തി. ഒരു ദിവസം അങ്ങനെയിരിക്കെ വിശ്വാമിത്ര മഹർഷി കൗമാരപ്രായത്തിലുള്ള ബാലകന്മാരെ രാമനെയും ലക്ഷ്മണനെയും താൻ നടത്തുന്ന യാഗം രക്ഷിക്കുന്നതിനു വേണ്ടി തരണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പോൾ ദശരഥൻ അവർ ചെറിയ കുട്ടികളാണെന്ന് പറഞ്ഞ് വിസമ്മതിക്കുന്നു. അവർ ആരാണെന്ന് വസിഷ്ഠമുനി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തപ്പോൾ മനസ്സില്ലാ മനസ്സോടെ ദശരഥൻ അവരെ വിട്ടുകൊടുക്കുന്നു. വിശപ്പും ദാഹവും അറിയാതിരിക്കാനുള്ള ബല അതിബല എന്ന സിദ്ധമന്ത്രങ്ങളെ വിശ്വാമിത്ര മുനി ഉപദേശിച്ചു കൊടുക്കുന്നു. വഴിയിൽ രാമൻ താടകയെ വധിക്കുന്നു. ജൃംഭകാദി അസ്ത്രങ്ങളും മുനി രാമന് ഉപദേശിച്ചു കൊടുത്തു. തുടർന്ന് സിദ്ധാശ്രമം എന്ന തപോവനത്തെ പ്രാപിച്ചു. അവിടെ വെച്ച് ബാണം കൊണ്ട് മാരീചനെ ഓടിച്ചിട്ട് മറ്റുള്ള രാക്ഷസന്മാരെയും കൊന്ന് അഹല്യയ്ക്ക് മോക്ഷം കൊടുത്തതിന് ശേഷം വിദേഹ രാജധാനിയിൽ ചെന്ന് ശൈവചാപം മുറിച്ച് സീതയെ പാണിഗ്രഹണം ചെയ്യുന്നു. ലക്ഷ്മണ ഭരത ശത്രുഘ്നന്മാർ ഊർമിള, മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവരെയും വിവാഹം കഴിക്കുന്നു. പിന്നീട് അവർ അയോധ്യയിലെത്തി. വഴിയിൽ വെച്ച് തൻ്റെ ഗുരുവായ പരമശിവന്റെ വില്ലൊടിച്ചതിൽ കോപിച്ച പരശുരാമൻ ശ്രീരാമനെ വഴിയിൽ തടഞ്ഞ് പരാജയപ്പെട്ട തൻ്റെ തേജസ് ശ്രീരാമനിൽ ലയിപ്പിച്ച് തപസ്സിനായി പോകുന്നു. ശ്രീരാമൻ സീതയുമൊത്ത് അയോധ്യയിലെത്തി സുഖമായി കഴിയുന്നു. അപ്പോൾ ദശരഥൻ ശ്രീരാമന്റെ പട്ടാഭിഷേകം തീരുമാനിക്കുന്നു. മന്ധരയുടെ നിർദ്ദേശപ്രകാരം കൈകേയി 2 വരങ്ങൾ ചോദിച്ച് പട്ടാഭിഷേകം മുടക്കുന്നു. അച്ഛൻ്റെ വാക്കനുസരിച്ച് സീതയും ലക്ഷ്മണനും ഒന്നിച്ച് രാമൻ വില്ലുമെടുത്ത് ജടാവൽക്കലധാരികളായി ചിത്രകൂട വനത്തിലേക്ക് പോകുന്നു. അനന്തരം അഗസ്ത്യാശ്രമത്തിലെത്തി അഗസ്ത്യനെ വണങ്ങി രാക്ഷസന്മാരുടെ വധം പ്രതിജ്ഞ ചെയ്ത് പഞ്ചവടിയിലേക്ക് പോയി. വഴിയിൽ ദശരഥന്റെ സുഹൃത്തായ ജടായുവിനെ കാണുന്നു. പഞ്ചവടിയിൽ വെച്ച് രാമനെ മോഹിച്ച ശൂർപ്പണഖയുടെ കുജവും നാസികയും ലക്ഷ്മണൻ ഛേദിക്കുന്നു. എതിർക്കാൻ വന്ന ഖര ത്രിശിരസ്സുകളെ രാമൻ കൊന്നൊടുക്കി. ശൂർപ്പണഖ തൻ്റെ അംഗഭംഗവും ഖരാദികളുടെ വധവും രാവണനോട് പോയി പറയുന്നു. മായാമൃഗത്തിൻ്റെ വേഷത്തിൽ മാരീചനെ പറഞ്ഞയക്കുന്നു. ഭംഗിയുള്ള ആ മാനിനെ തനിക്ക് വേണമെന്ന് സീത രാമനോട് പറയുന്നു. മാനിനെ പിടിക്കാൻ പോയ രാമൻ കുറേ ദൂരത്തിൽ പോകുന്നു. ആ തക്കം നോക്കി രാവണൻ വന്ന് സീതയെ കട്ടുകൊണ്ടുപോകുന്നു. സീതയെ അന്വേഷിച്ച് നടക്കുന്ന രാമൻ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ജടായുവിനെ കാണുന്നു. സീതയെ അപഹരിച്ച് തെക്ക് ദിശയിലേക്കാണ് കൊണ്ടുപോയതെന്ന് പറഞ്ഞ് മോക്ഷമടയുന്നു ജടായു. വഴിയിൽ കബന്ധനെ വധിച്ച് മോക്ഷം കൊടുക്കുന്നു. ശബരിയാശ്രമത്തിൽ ശബരിയുടെ സൽക്കാരം സ്വീകരിക്കുന്നു. വീണ്ടും യാത്ര തുടരുമ്പോൾ വായുപുത്രനായ ഹനുമാനെ കണ്ടുമുട്ടുന്നു.
ഭട്ടതിരിപ്പാട് ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ എങ്ങനെ വായിക്കാമെന്ന് നമുക്ക് നോക്കാം. ശ്രീമന് നാരായണീയം ദശകം 34 രാമായണ കഥ ഹനുമത് സംഗമം വരെ. ശ്ലോകം 1. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തത്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലാന്ന് നോക്കാം. ഗീർവാണൈർ അർത്ഥ്യമാനോ, ഥ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. ദശമുഖനിധനം, മുഖ എന്നുള്ളതിൻ്റെ ഖാന്നും നിധനം എന്നുള്ളതിൻ്റെ ഥാന്നും നന്നായിട്ട് ഊന്നി പറയണം. കോസലേഷു ഋഷ്യശൃംഗേ ചേർത്തിട്ട് കോസലേശ്വഋഷ്യശൃംഗേ. പുത്രീയാം ഇഷ്ടിം ഇഷ്ട്വാ, പുത്രീയാമിഷ്ടിമിഷ്ട്വാ. ഷ്ട എന്നൊക്കെ ഉള്ളത് മൃദുവായിട്ട് പറഞ്ഞാൽ മതി. ദദുഷി, ദ എന്നുള്ളത് ദയയിലത്തെ ദ എന്നാണ്. ദദുഷി ദശരഥക്ഷ്മാഭൃതേ, അതൊന്നിച്ച് ചൊല്ലണം. ദശരഥക്ഷ്മാഭൃതേ. ദശരഥ ഥ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. ക്ഷ്മ എന്നുള്ളതും ഊന്നി പറയാനുള്ളതാണ്. ഭൃതേ ഭൃ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. പായസാഗ്ര്യം. തത് ഭുക്ത്യ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ത്യ എന്നുള്ളത് കാ ത എന്നാണ്, ഒട്ടും ഊന്നണ്ട. തത് പുരന്ധ്രീഷു അപി ചേർത്തിട്ട് തത് പുരന്ധ്രീഷു അപി. ധ്രീ എന്നുള്ളത് നാ ഥ എന്നാണ്, നന്നായിട്ട് ഊന്നി പറയണം. തിസൃഷു സമം ജാതഗർഭാസു, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ജാതോ രാമത്വം, രാമസ്ത്വം ലക്ഷ്മണേന, ക്ഷ്മ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. സ്വയം അഥ, സ്വയം അഥ, ഥ എന്നുള്ള അക്ഷരം ഊന്നി പറയാനുള്ളതാണ്. ഭരതേനാപി, ഭരതേന അപി ചേർത്തിട്ട് ഭരതേനാപി. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ശത്രുഘ്നനാംന, ശത്രുഘ്ന, ഘ്ന ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. നാംന നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. ഗീർവാണൈരർത്ഥ്യമാനോ ദശമുഖനിധനം കോസലേഷു ഋഷ്യശൃംഗേ പുത്രീയാമിഷ്ടിമിഷ്ട്വാ ദദുഷി ദശരഥക്ഷ്മാഭൃതേ പായസാഗ്ര്യം തത്ഭുക്ത്യാ തത്പുരന്ധ്രീഷ്വപി തിസൃഷു സമം ജാതഗർഭാസു ജാതോ രാമസ്ത്വം ലക്ഷ്മണേന സ്വയമഥ ഭരതേനാപി ശത്രുഘ്നനാംനാ. അടുത്തത് 2ാമത്തെ ശ്ലോകം. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിതും ലക്ഷ്മണേനാനുയാതോ യാദോ ഭൂസ്താദവാചാ മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദ നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത്താടകാം പാടയിത്വാ ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. ഈ ശ്ലോകം എങ്ങനെ ചൊല്ലുകയെന്ന് നോക്കാം. കോദണ്ഡീ, ഡി എന്നുള്ളത് ഡ് എന്നാണ്, ഒട്ടും മൂന്നണ്ട. കോദണ്ഡീ കൗശികസ്യ ക്രതുവരം അവിതും, ക്രതുവരമവിതും ലക്ഷ്മണേന അനുയാതോ, ലക്ഷ്മണേന അനുയാതോ ചേർത്തിട്ട് ലക്ഷ്മണേനാനുയാതോ. ക്ഷ്മ എന്നുള്ളത് നന്നായിട്ട് ഊന്നി പറയണം. യാത അഭൂ താതവാച ചേർത്തിട്ട് യാദോ ഭൂസ്താതവാച. ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. മുനി കഥിത മനു ദ്വന്ദ്വശാന്താധ്വഖേദ. അവിടെ വിസർഗമുണ്ട്, അപ്പോൾ വിസർഗം പറയണം. അത് ഒന്നിച്ച് ചൊല്ലാനുള്ളതാണ്. മുനി കഥിത, ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്.
എന്നുള്ളത് ശാന്താധ്വ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയണം. ഖേദ എന്നുള്ളതിൻ്റെ ഖേ എന്ന് നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. നൃണാം ത്രാണായ ബാണൈർ മുനിവചന ബലാത് താടകാം പാടയിത്വ. ചേർത്തു ചൊല്ലുമ്പോൾ നൃണാം ത്രാണായ ബാണൈർ മുനിവചന ബലാത് താടകാം പാടയിത്വ. ബ എന്നുള്ളത് ബാലൻ എന്നുള്ളതിലത്തെ ബ എന്നാണ്. മുനി ഡബിളായിട്ട് ചൊല്ലണം ചേർത്ത് ചൊല്ലുമ്പം. അതേപോലെ ബലാത് താടകം താന്ന് ഡബിളായിട്ട് ചൊല്ലണം ചേർത്ത് ചൊല്ലുമ്പോൾ. ലബ്ധ്വ അസ്മാത് അസ്ത്രജാലം ലബ്ധ്വാസ്മാദസ്ത്രജാലം. ലബ്ധ്വ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. മുനിവനം അഗമോ ദേവസിദ്ധാശ്രമാഖ്യം. മുനിവനം അഗമോ ചേർത്തിട്ട് മുനിവനം അഗമോ ദേവ സിദ്ധ എന്നുള്ളതിൻ്റെ ഥ എന്ന് നന്നായിട്ട് ഊന്നി പറയണം. സിദ്ധാശ്രമാഖ്യം ഖ്യം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഊന്നി പറയാനുള്ളതാണ്. കോദണ്ഡീ കൗശികസ്യ ക്രതുവരമവിദും ലക്ഷ്മണേനാനുയാതോ യാതോ ഭൂസ്താദവാച മുനികഥിതമനുദ്വന്ദ്വശാന്താധ്വഖേദ. നൃണാം ത്രാണായ ബാണൈർമുനിവചനബലാത് താടകാം പാടയിത്വ. ലബ്ധ്വാസ്മാദസ്ത്രജാലം മുനിവനമഗമോ ദേവസിദ്ധാശ്രമാഖ്യം. ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.